السلام عليكم ورحمة الله وبركاته. നിസ്കാരം നിർവഹിക്കുന്ന ഒരു സത്യവിശ്വാസിയാണ്. അല്ലാഹു വലിയവനാണ് എന്ന് പറയുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിസ്കാരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് അല്ലാഹുവിനെ അംഗീകരിച്ചും സ്തുതിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധനാക്കിയും ഖുർആൻ പാരായണം ചെയ്തും ദിക്ർ പറഞ്ഞും ശരീരം കൊണ്ട് കുനിഞ്ഞും നിവർന്നുമൊക്കെ താൻ അല്ലാഹുവിൻ്റെ അടിമയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യവിശ്വാസം. അവസാനം സുജൂദ് ചെയ്ത് അതിൻ്റെ പാരമ്യതയിൽ നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഇനി ഒരു സലാം വീട്ടൽ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ തൊട്ട് മുന്നോടിയായി അർത്ഥഗർഭമായ ചില പ്രാർത്ഥനകളും അർത്ഥനകളും ചെയ്താണ് അവൻ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. നിസ്കാരത്തിൽ നിന്ന് വേർപിരിയുന്ന സമയം അവൻ ചെയ്യുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗം 4 കാര്യങ്ങളെ കാവൽ ചോദിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അതിലൊന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിൽ വരുന്ന ശിക്ഷയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വളരെ സുപ്രധാനമായ സമയത്ത് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് ആ ചോദ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ധാരാളം നമുക്ക് ചോദിക്കാൻ ഉണ്ടായിട്ട് പോലും ഈ ഗൗരവപരമായ സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഗൗരവമായ ഒരു കാര്യമാണ് ഖബർ എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്തുകൊണ്ട്? അത്രമേൽ ഗൗരവമാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. ഇന്നഹു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രികമായ ജീവിതം തുടങ്ങുന്നതിന്റെ പ്രാരംഭമാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ സുബഹി നിസ്കാരത്തിന് വന്നാൽ അയാൾ സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ്. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ മുത്തനബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യ അനുസരിച്ച് അവൻ അവന്റെ വലതുഭാഗത്ത് ഒരല്പസമയം കിടക്കണം. അത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ആ കിടത്തത്തിൽ അവൻ ഖബറിൽ കിടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നാണ് ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതും സുന്നത്താണ്. പ്രഭാത നിസ്കാരത്തിൽ ഒരു ദിവസം തുടങ്ങുന്നതിന്റെ മുമ്പ്, ഫർദ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അനുഷ്ഠിക്കുന്ന ഐച്ഛികമായ നിസ്കാരം കഴിഞ്ഞ് അവൻ ചെയ്യേണ്ടുന്ന ഒരു സുന്നത്തിൽ ഖബർ ജീവിതം ഓർത്തെടുക്കാൻ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ശരീഅത്ത് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഖബർ ജീവിതം അത്രമേൽ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൂടെ സ്വഹാബികളുണ്ട്. പെട്ടെന്ന് അങ്ങകലെ ഒരു സ്ഥലത്ത് കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയെ പറഞ്ഞയച്ചു. എന്താണ് അവിടെ ആള് കൂടിയിരിക്കുന്നത് നോക്കി വരും. അന്വേഷിച്ച് തിരിച്ചു വന്ന സ്വഹാബി പറഞ്ഞു, അവിടെ മരണപ്പെട്ട ഒരു മനുഷ്യന്റെ ഖബറടക്കം നടക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള അനുചരന്മാരെയും കൂട്ടി ആ ഖബറടക്കം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. 6 അടി മണ്ണിന്റെ അഗാധത ഉണ്ടാക്കി വെച്ച് കുറെ മണ്ണ് അവിടെ കോരിയിടപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂനയ്ക്ക് മുകളിൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം ഇരുന്നു. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, മുത്തനബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകവിൾത്തലത്തിലൂടെ ചാലിപ്പൊഴുകിയ ആ കണ്ണുനീർ ആ മണ്ണിനെ നനക്കുന്നതായിരുന്നു എന്ന്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്കും വരാനിരിക്കുന്നുണ്ട് എന്ന്. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്കും വരാനിരിക്കുന്നുണ്ട് എന്ന് സ്വഹാബികൾക്ക് ഒരു ഉണർവ് പോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഖബർസ്ഥാനിൽ ചെന്നാൽ ആ ഖബർസ്ഥാൻ നമ്മളോട് പറയുന്നുണ്ട് ഖബറിന്റെ ഗൗരവത്തെ കുറിച്ചൊക്കെ. ഒരു ഖബർസ്ഥാനിൽ ചെന്നാൽ എത്രയെത്ര പേരുകളാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ എത്രയെത്ര പേരുകളാണ് നമ്മൾ കാണുന്നത്. ആ ഖബർസ്ഥാന്റെ ഒരു ഗൗരവം, അതിൻ്റെ ഒരു നിസ്സംഗത, അതിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ. വലിയ സമ്പന്നന്മാർ അവിടെ അന്തി ഉറങ്ങുന്നു, വലിയ സ്വാധീനമുണ്ടായിരുന്നവർ അവിടെ അന്തി ഉറങ്ങുന്നു. ഖബർസ്ഥാന്റെ മുകളിൽ തളച്ചു വളർന്നു നിൽക്കുന്ന മൈലാഞ്ചിക്കാടിന്റെ ഇലകളൊക്കെ കാണുമ്പോൾ ആ ഇലകൾക്ക് പോലും ഒരു വല്ലാത്ത നിസ്സഹായ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. അവിടെ പൂത്തു നിൽക്കുന്ന മൈലാഞ്ചിയുടെ പൂക്കൾക്ക് പോലും ആ ഗന്ധങ്ങൾക്ക് പോലും ഒരു രൂക്ഷമായ ഗന്ധമാണ്. എന്തോ ചിലതൊക്കെ പറയാൻ ആഗ്രഹിക്കുകയും പറയാൻ നാവില്ലാത്തതിന്റെ പേരിൽ നിസ്സഹായപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഖബർസ്ഥാൻ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ മൈലാഞ്ചി ചെടിയുടെയും താഴ്ഭാഗത്തുള്ള അതിന്റെ വേരുകൾ ആണ്ടിറങ്ങിപ്പോയ ഖബറിന്റെ ഉള്ളകങ്ങളെ കണ്ട ആ വേരുകൾ കണ്ട കാര്യങ്ങൾ ഇലകൾക്ക് പറയാൻ ഏറെ വ്യഗ്രത കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ സംസാരശേഷി ഇല്ലാതിരുന്നത് കൊണ്ട് അത് പലതും നമ്മളോട് പറയുന്നില്ല. എന്തൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. ആ ഖബറിന്റെ അഗാധതയിൽ രക്ഷകൾ, ശിക്ഷകൾ, അദാബുകൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ താൻ കണ്ടത് പറയാൻ മൈലാഞ്ചിയുടെ ഇലകൾക്ക് അല്ലാഹു അവസരം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ആരും ഖബർസ്ഥാനിൽ പോകില്ലായിരുന്നു. അത്രമേൽ പറയാനുള്ള ഗേഹമാണ് ഖബർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളൊക്കെ തിരക്കുള്ള ആൾക്കാരാണല്ലോ. റമദാനായി അവസാന പത്താകുമ്പോഴും പള്ളിയിൽ വരാൻ നമുക്ക് തിരക്കാണ്, ജമാഅത്തിന് വരാൻ തിരക്കാണ്, രാത്രി ഹയാത്താക്കാൻ തിരക്കാണ്. നിങ്ങളുടെ ഈ തിരക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അവസാനിക്കും. നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ തിരക്കുണ്ടാവും. ഖബറിലെത്തിയാൽ നിങ്ങളുടെ തിരക്കൊഴിയും. അങ്ങനെ തിരക്കൊഴിഞ്ഞവരാണ് ഖബർസ്ഥാനിൽ ഏതൊക്കെയോ മൈതാനി പള്ളിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര തിരക്കുള്ളവരായിരുന്നു അവരൊക്കെ. സെക്കൻഡുകൾക്കുള്ളിൽ കോടികളുടെ വിലമതിക്കുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ അവരൊക്കെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു തിരക്കുമില്ലാതെ അന്തി ഉറങ്ങിക്കെടുക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾക്കും ഇങ്ങനെ ഒരു സംഗതി വരാനുണ്ട് എന്ന്. ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രണ്ട് ഖബറുകൾ പിന്നിലൂടെ നടന്നു പോകുമ്പോൾ ഈ രണ്ട് ഖബറാളികളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ വീക്ഷണത്തിൽ ഇവർ അത്രമേൽ വലിയ തെറ്റ് ചെയ്തവരൊന്നുമല്ല. ശിക്ഷിക്കപ്പെടാൻ അത്ര വലിയ ശിക്ഷയൊന്നും പ്രവർത്തനമൊന്നും തെറ്റൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇവർ ചെയ്തിരിക്കുന്നത്, ഒരാൾ മൂത്രം വൃത്തിയാക്കിയിട്ടില്ല, വേണ്ട പോലെ മൂത്രത്തെ വൃത്തിയാക്കാത്തവനാണ്. രണ്ടാമത്തെ ആള് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നവനാണ്. നമ്മുടെ ഭാഷയിൽ നിത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതിചെറുതെന്ന് തോന്നുന്ന കാര്യം ഖബറിൽ ശിക്ഷയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും പരിഹാരം ചെയ്യുകയും ചെയ്തത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ ഭാവനയിൽ ചെറുതെന്ന് തോന്നുന്ന വളരെ ചെറിയ കാര്യം പോലും ഖബറിന്റെ അഗാധതയിൽ നമുക്ക് ശിക്ഷ വരാവുന്ന കാര്യമാണ് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ
വളരെ സിമ്പിളായി തോന്നുന്ന പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ചെലവഴിച്ചാൽ ഖബറിന്റെ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സൂറത തബാറക മാനിഅതു മിൻ അദാബിൽ ഖബർ. സത്യവിശ്വാസികളെ, ഒരു 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഒരു ദിവസത്തിൽ ഓതി തീർക്കാവുന്ന ഒരു സൂറത്താണ്. ആ സൂറത്ത് അൽ മാനിഅതു മിൻ അദാബിൽ ഖബർ, നിങ്ങളുടെ ഖബറിലുള്ള എല്ലാ അദാബുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹിയ തുജാദിലു യൗമൽ ഖിയാമ അൻ സ്വാഹിബിഹാ. അത് ഓതിയവന് വേണ്ടി അല്ലാഹുവിനോട് അത് മുജാദല നടത്തുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസം 17 തവണ നമ്മൾ റക്അത്തുകൾ നിസ്കരിക്കുമ്പോൾ 5 വഖത്തിലും അല്ലാഹുവിനോട് നമ്മൾ സലാം പറയുന്നതിന് തൊട്ട് മുമ്പ് അല്ലാഹുവിനോട് ചോദിക്കുന്നതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അത് നമ്മുടെ ചിന്തയെയും നമ്മളുടെ സ്മൃതികളെയും നമ്മളുടെ കർമ്മങ്ങളെയും ഒക്കെ ചിട്ടപ്പെടുത്താൻ പര്യാപ്തമാകുന്ന വിധത്തിലാണ് അല്ലാഹു ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഖബർ നന്നായാൽ പാരത്രികമായ മുഴു ജീവിതവും നന്നായി, അത് മോശമായാൽ പാരത്രികമായ ജീവിതം അപകടത്തിലായി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വരാൻ പോകുന്ന ശുഷ്കമായ ദിവസങ്ങളെ, നമ്മൾ കിടക്കാൻ പോകുന്ന തിരക്കുകളുടെ സമാപ്തിയായിരിക്കുന്ന പരിശുദ്ധമായ ഈ റമദാനിന്റെ പര്യാപ്തമായ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി തിരക്ക് അവസാനിക്കുന്ന ഖബർ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകൾ ഖബറിന്റെ അഗാധതയുണ്ട്. സുബ്ഹാനഹു വ തആല റമദാനിന്റെ വിശുദ്ധികളുടെ കൊണ്ട് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി ഹാർട്ട് സംബന്ധമായ രോഗം കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു കുട്ടിക്ക് റമദാന്റെ ബറക്കത്ത് കൊണ്ട് ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു ഖൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.